ഹലോ എവരിവൺ, കേരള PSC ഇതുവരെ ആവർത്തിച്ച ചോദ്യങ്ങളുമായാണ് നമ്മുടെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം PWD ലൈൻമാൻ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗ്രൗളർ ഈസ് എ ഡാഷ്. വളരെ ഈസിയായി 1 മിനിറ്റിൽ താഴെ മാത്രം സമയം എടുത്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഓപ്ഷൻസിൻ്റെ 4 ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഞങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പെട്ടെന്ന് നോക്കിക്കേ. ഇവിടെ കുറച്ച് ഫിഗേഴ്സ്, കുറച്ച് ചിത്രങ്ങൾ കാണാൻ പറ്റും. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് എർത്ത് ടെസ്റ്ററാണ്. ഈ കാണിച്ചിരിക്കുന്നത് എർത്ത് ടെസ്റ്ററാണ്. എർത്ത് ടെസ്റ്റർ പ്രധാനമായിട്ടും 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് 4 ടെർമിനൽ എർത്ത് ടെസ്റ്റർ. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 4 ടെർമിനൽ എർത്ത് ടെസ്റ്ററാണ്. പിന്നെ വരുന്നതാണ് 3 ടെർമിനൽ എർത്ത് ടെസ്റ്റർ. ഇപ്പോൾ നമ്മൾ എർത്ത് ടെസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് മണ്ണിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് എർത്ത് ടെസ്റ്റർ. എപ്പോഴാണ് എർത്തിൻ്റെ റെസിസ്റ്റൻസ് അളക്കേണ്ടി വരുന്നത്? നമുക്ക് എർത്തിങ് ചെയ്യുന്ന സാഹചര്യത്തിൽ, പൈപ്പ് എർത്തിങ്ങോ പ്ലേറ്റ് എർത്തിങ്ങോ പോലുള്ള എർത്തിങ് ചെയ്യുന്ന സാഹചര്യത്തിൽ മണ്ണിലെ ഏറ്റവും ആ പരിസരത്തുള്ള ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് നമുക്ക് അളന്നെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഏത്? എർത്ത് ടെസ്റ്റർ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ നോക്കും, എർത്ത് ടെസ്റ്റിംഗ് മെഷീൻ ആണോ? അല്ല, എർത്ത് ടെസ്റ്റിംഗ് മെഷീൻ ആയിട്ട് നമ്മൾ ഗ്രൗളർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എർത്ത് ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്ററിൻ്റെ പേരാണ് എർത്ത് ടെസ്റ്റർ. ഇത് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് DLRO. DLROൻ്റെ ഫുൾ ഫോമാണ് ഡിജിറ്റൽ ലോ റെസിസ്റ്റൻസ് ഓമീറ്റർ. ഓമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് സാധാരണ എന്തിനാണ് അളക്കുന്നത്? ഓം എന്തിൻ്റെ യൂണിറ്റാണ്? റെസിസ്റ്റൻസ് അളക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് DLRO അല്ലെങ്കിൽ ഓമീറ്റർ. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് DLRO. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അളക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് DLRO. ഹൈ കറണ്ട് കൊടുത്തുകൊണ്ട് വളരെ ചെറിയ റെസിസ്റ്റൻസ് പോലും നമുക്ക് DLRO ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അളന്നെടുക്കാൻ സാധിക്കും. അപ്പോൾ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് DLRO. അതേപോലെ തന്നെ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്റർ. മൾട്ടി ഫംഗ്ഷൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ആണ് മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്റർ. ഇതുകൊണ്ട് നമുക്ക് DLRO ചെയ്യുന്ന ആ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്റർ കൊണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് ടെസ്റ്ററിൻ്റെ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് ടെസ്റ്റർ അത് എർത്ത് ഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് ടെസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ കൂടിയും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്ററിൽ. ഇതും പൊളാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അതേപോലെ തന്നെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇത് അളക്കാനും വേണ്ടിയിട്ടും നമ്മൾ ഏത് ഉപയോഗിക്കും? മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്റർ ഉപയോഗിക്കും. അതേപോലെ തന്നെ RCD ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഏത് ഉപയോഗിക്കും? മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്റർ ഉപയോഗിക്കും. ഇങ്ങനെ ഒരുപാട് ടെസ്റ്റിങ് നമുക്ക് ഏത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും? മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്റർ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് 4ാമതൊരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല, പൊളാരിറ്റി ടെസ്റ്റിംഗ് മെഷീൻ. പൊളാരിറ്റി ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 3 ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്? DLRO, മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്റർ, അതേപോലെ തന്നെ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് ടെസ്റ്റർ. ഇതൊക്കെ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷനിൽ സിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോയിൽ വൈൻഡിങ് മെഷീൻ. കോയിൽ വൈൻഡിങ് സാധാരണ കോയിൽ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? കോയിൽ വൈൻഡിങ് മെഷീൻ. കോയിൽ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കോയിൽ വൈൻഡിങ് മെഷീൻ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് കോയിൽ വൈൻഡിങ് മെഷീൻ. ട്രാൻസ്ഫോമർ, അതേപോലെ തന്നെ ചോക്ക്, പിന്നെ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ കോയിൽ, ഇതൊക്കെ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഏത്? കോയിൽ വൈൻഡിങ് മെഷീൻ. അപ്പോൾ നമ്മുടെ ചോദ്യം കോയിൽ വൈൻഡിങ് മെഷീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണോ? അല്ല, നമ്മുടെ ചോദ്യം എന്താണ്? ഗ്രൗളർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആർമേച്ചർ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആർമേച്ചർ ടെസ്റ്റിംഗ്. അപ്പോൾ ഗ്രൗളർ എന്നുള്ള ടേം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, അത് ആർമേച്ചർ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? ഗ്രൗളർ. ആർമേച്ചറിൻ്റെ എന്താണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ഷോർട്ട് സർക്യൂട്ടാണ്. ഇൻറ്റേർണൽ ഷോർട്ട് സർക്യൂട്ടാണ് ഗ്രൗളർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡിങ്ങിൻ്റെ, ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ടേൺ ടു ടേൺ വരുന്ന ഷോർട്ട്, അതേപോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ടേൺ ടു കോർ വരുന്ന ഷോർട്ട്, ഇതൊക്കെ ഷോർട്ട് സർക്യൂട്ട്, ഇതൊക്കെ നമ്മൾക്ക് അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഗ്രൗളർ. അതേപോലെ തന്നെ അതിൻ്റെ
ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാം? ഗ്രൗളർ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഗ്രൗളർ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ് ഏത് ടേമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആർമേച്ചർ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗ്രൗളർ ഏതാണ് ഇവിടെ ഫിഗറിൽ? ഇതാണ് ഗ്രൗളർ. അപ്പോൾ കാണാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഗ്രൗളർ ആർമേച്ചർ ടെസ്റ്റിംഗ് മെഷീനാണ്. ആർമേച്ചറിൻ്റെ ഇൻറ്റേർണൽ ഷോർട്ട് സർക്യൂട്ട് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഗ്രൗളർ. അപ്പോൾ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ചോദ്യമായി അടുത്ത സെഗ്മെൻറ്റിൽ കാണുന്നത് വരയ്ക്കും സൈനിങ് ഓഫ്.